ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ ചിക്കൂസ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോറി ചിക്കൂസ്. അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോ എന്ന് വെച്ചാൽ അങ്ങനെ ഇപ്പം നമ്മൾ നിൽക്കണ വീടിൻ്റെ അടുത്ത് ഒരു സ്പോട്ട് ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഇതിൽ സോഷ്യൽ മീഡിയയിൽ നോക്കിയിട്ട് ഇതാണ് പുറത്ത് സോഷ്യൽ മീഡിയയിലും ഇവിടെ അധികം സോഷ്യൽ മീഡിയയും ഈ ഇൻസ്റ്റാഗ്രാമുകളൊക്കെ ചെയ്യണവർ ഇൻഫ്ലുവൻസേഴ്സൊക്കെ ഇവിടെ അടുത്തൊരു സ്പോർട്സ് പറയുന്നുണ്ട്. ഒരു പാടം പോലത്തെ കോൽപ്പാടം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഇപ്പോൾ സമയം 7 മണി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ നമ്മുടെ വീഡിയോ നമുക്ക് പോവാം. ഫ്രണ്ട്സ്, ഇവിടെ നിറയെ വില്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വില്ലും അപ്പാർട്ട്മെൻറ്റൊക്കെ കൂടുതലുണ്ട് കേട്ടോ. വെയിലായി അവനേക്കാൾ മുമ്പ് വേഗം തിരിച്ചെത്താനാണ്. കാരണം വെയിലായി കുറേ നേരം അവിടെ നിൽക്കണ്ടേ. അവിടെ വേറെ മരങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. അവിടെ പിന്നെ എന്തോ പുതിയതൊക്കെ ആക്കിയെന്ന് പറയുന്നുണ്ട്. എന്തോ കുറേ ഇതൊക്കെ നമുക്ക് കാണാനാണ് പോണത്. ഇവിടെ മൊത്തം പാർട്ടിയുടെ എലക്ഷൻ കഴിഞ്ഞാൽ മൊത്തം ബോർഡ് വെച്ചേക്കാം കേട്ടോ. ചക്ക നോക്കിയേ. അങ്ങനെ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സ്പോട്ട്. കണ്ട ഒരു 10 മിനിറ്റൊക്കെ ഉണ്ടാവും, 5 മിനിറ്റൊക്കെ ഉണ്ടാവും ഇപ്പം നമ്മൾ നിൽക്കുന്നിടത്ത് നടക്കാൻ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ പാടത്ത്. ഫൈനലി കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നമുക്ക് പാടം നോക്കാം. ഇതാണ് ഫ്രണ്ട്സ് ഇവിടുത്തെ പാടം. ഉണ്ട് അവിടെ പുതിയതൊക്കെ എന്തോ പണിതിട്ടുണ്ട്. പിന്നെ ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. പുതിയത് പണിത് തോന്നുന്നുണ്ട്. ഇതാണ് പാടയുടെ വഞ്ചി ഉണ്ട്. കാണുമ്പോൾ തന്നെ ഇത് കുറേ വർഷമായിട്ട് ഉപയോഗിക്കാത്ത വഞ്ചി പോലെ തോന്നുന്നുണ്ട്. എന്താ രാവിലെയൊക്കെ നടക്കാൻ പറ്റിയ സ്പോട്ടാണിത്. കണ്ട നമ്മളിപ്പോൾ ഇത് ഇൻസ്റ്റാഗ്രാം വഴി കണ്ടതാണ്. ലൊക്കേഷൻ വെച്ച് നോക്കിയപ്പോൾ ഇൻസ്റ്റാഗ്രാം വഴി കണ്ടതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വരാമെന്ന് ചോദിച്ചു. അത്ര അടുത്തായിട്ട് വന്നില്ലെങ്കിൽ മോശമാണല്ലോ. നമ്മളെന്തായാലും 1 മാസം അവിടെ ഉണ്ടാവുള്ളൂ. അപ്പം എന്തായാലും വെയിലാവുമ്പോൾ വരാമെന്ന് വെച്ചു. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് പാലത്തിൻ്റെ ഉള്ളിലേക്ക് പോവാം. നല്ല ഭംഗിയുണ്ട് ഫ്രണ്ട്സ്. നല്ല ഇവിടെ ഫോട്ടോഷൂട്ടും വീഡിയോ ഒക്കെ എടുക്കണ കണ്ടു. നേരത്തെ രാവിലെ വന്നപ്പോൾ ഒരാൾ ഫോട്ടോഷൂട്ടും വെഡ്ഡിങ്ങിൻ്റെ ഫോട്ടോഷൂട്ടൊക്കെ എടുക്കുന്നത് പറയുന്നുണ്ട്. ഇവിടെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് വെഡ്ഡിങ് ഫോട്ടോഷൂട്ടും ആൽബങ്ങളൊക്കെ എടുക്കണ ഇതാണ് സ്പോട്ട്. കാരണം അത്രയ്ക്ക് കണ്ട ഇവിടെ അമ്പലമൊക്കെ ഉണ്ട് ഫ്രണ്ട്സ്. നോക്കിയേ, താമര ഉണ്ട് കുളത്തിൽ. കണ്ട ഇവിടെ ഉണ്ട്, പിന്നെ അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, പിന്നെ അങ്ങനെ കുറേ സ്ഥലത്തുണ്ട് കേട്ടോ താമര. പിന്നെ ഏറ്റവും അറ്റത്ത് കണ്ട അവിടെ ഉണ്ട് കേട്ടോ. നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ പാടം. നോക്കിയേ, നല്ല ഭംഗിയിട്ട് കാണാൻ. ഇവിടെ വഞ്ചി റൈഡും കൊണ്ട് അടിപൊളിയും. കാരണം അറ്റം വരെ പോവാമല്ലോ. നോക്കി ഫ്രണ്ട്സ്, താമര അമ്പലും താമരയും ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ മീൻപിടുത്തക്കാരൊക്കെ ഉണ്ട് രാവിലെ. പറഞ്ഞ ഒരു അമ്പലിൻ്റെ വീട്ടിലൊക്കെ ഉണ്ട്. പക്ഷെ ഇതിൻ്റെ ഇത് വെക്കണമെന്ന് എനിക്കറിയില്ല. മണ്ണുത്തിയെ പോയതിൻ്റെ കിട്ടും എന്ന് പറയുന്നുണ്ട്. നമുക്ക് നോക്കണം. കാരണം പക്ഷെ പാടത്തൊക്കെയൊക്കെ ഇത് വളരുള്ളെന്ന് തോന്നുന്നുണ്ട് മിക്കവാറും. അപ്പോൾ ഇവിടെ ഇപ്പോൾ തിരക്കൊന്നും അധികം ഇല്ല, കാണാനില്ല. മീൻപിടുത്തക്കാരൊക്കെ വരും. പിന്നെ അവിടെ പുതിയ അവിടെ പാലം പണിതിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇത് കൂടെ പല വഴികളുണ്ടെന്ന് ചോദിച്ചപ്പോൾ ഇത് കൂടെ പോയിട്ട് ഇങ്ങനെ വരാം, അത് കൂടെ പോയിട്ട് അങ്ങനെ വരാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പല വഴിക്കൂടെ ഇങ്ങനെ പോവാം, ഇങ്ങനെ പോയിട്ട് വരാം, നേരെ പോവാം. അപ്പോൾ എങ്ങനെ പോയാലും നമ്മൾ ഈ വഴി കൂടെ സ്ട്രെയിറ്റ് ഇവിടെ ടച്ച് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എങ്ങനെ വരും എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ പോവാലോ പിന്നെ എപ്പോഴും. അപ്പോൾ നമുക്ക് ഇവിടെ ഇന്ന് തൽക്കാലം ഇത്ര പോകാമെന്ന് വിളിച്ചു. പാടൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ ഇത്ര മതി ഇത് വിളിച്ചു. മീനൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ. പൊടി മീനൊക്കെ കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടപ്പോൾ തോന്നി. ഇതിൻ്റെ ഉള്ളിൽ താമര എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഫ്രണ്ട്സ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അവിടെ ഇങ്ങനത്തെ പാടങ്ങളൊക്കെ ഉണ്ടോ? ഇതിപ്പോൾ നമ്മൾ 1 മാസം അവിടെ നിൽക്കണമെന്ന് നമ്മൾ അറിഞ്ഞില്ല. ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാം എടുത്തപ്പോൾ റീൽസ് കണ്ടു. ഇവിടെ സൂര്യകാന്തി ഉണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ ഉണങ്ങി, മൊത്തം ഫുൾ ഉണങ്ങി സൂര്യകാന്തി പാടം. സീസൺ ഉണ്ട്. അപ്പോൾ ഇവിടെ പിടിക്കും. ഇവിടെ പാടത്തൊക്കെ പ്രത്യേകം പറയണ്ടല്ലോ, പിടിക്കും. പിന്നെ പുള്ളിലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, പുൽപ്പാടം തൃശ്ശൂരത്തെ.
ഫ്രണ്ട്സ് ഇതാണ് കേട്ടോ പുതിയത് പണിതെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് ഇരിക്കാനും. പിന്നെ രാവിലെ സൈക്ലിങ്ങും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് ഓൾറെഡി. കണ്ട ഇവിടെ ഈ പുതിയതായിട്ട് പണിതാണ് കേട്ടോ, വേറെ സ്റ്റെപ്പുകളും. അപ്പോൾ ഫ്രണ്ട്സ് നോക്കിയേ ഇരിക്കാനും പിന്നെ സൈക്ലിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. രാവിലെ വരുമ്പോൾ ഇവിടെ ഇരിക്കാൻ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഇരിക്കാൻ എക്സസൈസിന് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ഫ്രണ്ട്സ് പുതിയതായിട്ട് പണിതെന്ന് പറഞ്ഞ സ്ഥലം. ഇവിടെ കണ്ട സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ, സ്റ്റെപ്പ് പക്ഷേ കുറച്ച് താഴ്ത്തണം. കണ്ട നമ്മൾ ഫുൾ ഇവിടെ ഇങ്ങനെയാക്കി നല്ല ഭംഗിയുണ്ട. ഇതൊക്കെ ഇപ്പോൾ പണിതാണ്. ഉച്ചയ്ക്ക് വരുമ്പോൾ ഒരു പ്രത്യേകത, ഉച്ചയ്ക്ക് ഇതിപ്പോൾ രാവിലെ ആകാനും ഇവിടെ പാട്ട് ഓൺ ചെയ്യാൻ ആളില്ലാതെ ഇവിടെ കുറച്ച് ഒരാൾ വരും, എന്നിട്ട് അവിടെ ഒരു DJ സ്പീക്കർ ഇട്ട് വയ്ക്കും. എന്നിട്ട് ലൈറ്റൊക്കെ ഓൺ ചെയ്യും, ലൈറ്റല്ല പാട്ട് ഓൺ ചെയ്യും. ഞാൻ ഇതിൽ റീൽസിലൊക്കെ ഉണ്ട് പാട്ട് ഓൺ ചെയ്യും. പിന്നെ ചോദിച്ചപ്പോൾ ഞാൻ അറിഞ്ഞതാണ് കേട്ടോ. പിന്നെ അതിന് വൈകുന്നേരം വേറെ പ്രത്യേകത പാട്ടുണ്ടാവും, പ്ലസ് ഇവിടെ മൊത്തം മരത്തിൻ്റെ ഇവിടെ മൊത്തം ലൈറ്റും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. അതാണ് ഇവിടുത്തെ പ്രത്യേകത പറയുന്നത്. പിന്നെ ഇവിടെ ഒരു വഴിയുണ്ട് കേട്ടോ, ഇതിൽ കൂടെ പോയാൽ അത് കൂടെ എത്താനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇന്നെന്തായാലും വെയിലൊക്കെ കവറായി ജസ്റ്റ് ഭംഗി ആസ്വദിക്കാമെന്ന് ചോദിച്ചു ഇവിടെ ഫ്രണ്ട് ഭാഗത്തൊക്കെ വന്നിട്ട്. അപ്പോൾ ഈ ഫ്രണ്ട് ഭാഗത്തൊക്കെ ഭയങ്കര എനിക്ക് ഇഷ്ടമായി കേട്ടോ, താമരയും. അപ്പോൾ ഇവിടേക്ക് ഇരിക്കാൻ പറ്റും കേട്ടോ. ഇവിടെ ചെളിയില്ലാന്ന് വിശ്വസിക്കുന്നു. വേണ്ട ഇരിക്കണ്ട, ഇവിടെ നിൽക്കാം. ഇവിടെ മീനൊക്കെ കിട്ടും, മീൻ പിടുത്തക്കാർ രാവിലെ മൊത്തം ഇവിടെ പിന്നെ മീനൊക്കെ വിൽക്കുന്നുണ്ട് കേട്ടോ, തിന്നിട്ട് വിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് അലക്കാൻ വരുന്ന ആൾക്കാരുണ്ടാവും ഇവിടെ, തുണി ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാൻ വരുന്ന ആൾക്കാർ. നോക്കിയ ഫ്രണ്ട്സ് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഇവിടെ അധികം താമര നിൽക്കണില്ല, താമര അവിടെ ചെറുതായിട്ട് നിൽക്കുന്നുണ്ട്, പക്ഷെ ഇവിടെ നിൽക്കണില്ല. നടക്കാനുള്ളവരൊക്കെ നടന്നിട്ട് വരുന്നുണ്ട്. നടക്കാൻ കുറേ പേര് നടക്കാൻ വരുന്നുണ്ട്. പിന്നെ കുറച്ച് പേര് നടക്കാൻ വന്നില്ല, അവിടെ ഇരിക്കുന്നുണ്ട്. കാരണം ഇരിക്കാൻ കിതച്ചാൽ നമുക്ക് ഇരിക്കാനുള്ള സ്ഥലമൊക്കെയാണ് കേട്ടോ, നടന്നിട്ട് മതിയായ. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞത് പുതിയതൊക്കെ പണിത സ്ഥലം. അപ്പം ഞാൻ വീണ്ടും ഈ പാലത്തിൻ്റെ അവിടെ എത്തിയിരിക്കുന്നു ഫ്രണ്ട്സ്. ബോട്ട് അറിഞ്ഞുള്ളൂ, പക്ഷെ അത് ഉപയോഗിക്കാത്ത പോലെ അത്രയ്ക്ക് പഴക്കമുണ്ട് ബോട്ട്. പക്ഷെ ഇവർ പറയുന്നുണ്ട് മുമ്പ് ഉപയോഗിച്ചിരുന്നു. പിന്നെ ഇപ്പോൾ ബോട്ടിങ്ങിൻ്റെ സൗകര്യം വന്നിരുന്നു ബോട്ടിങ്ങിൻ്റെ. പക്ഷെ അവർ ഇവിടെ നല്ല സ്ഥലമുണ്ട് ബോട്ടിങ്ങിന്, പക്ഷെ അവർക്ക് കരാറ് കിട്ടില്ല ഗൈസ്. ഭയങ്കര വിഷമമായി പോയി കേട്ടപ്പോൾ. കാരണം ഇത്രയ്ക്കധികം സ്ഥലമുണ്ട് കേട്ടോ, ഒറ്റ വരെ സ്ഥലമുണ്ട്. എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ബോട്ടിങ് ഓടിച്ചോടിച്ച് വരാം, ഫുൾ നമുക്ക് ലാഭമാണ്. പക്ഷേ അവർക്ക് കരാറ് കിട്ടിയിട്ടില്ല, ഇത് താഴ്ന്ന് പോകുന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഇവർ വീണ്ടും ശ്രമിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അവിടെ ചെറിയ വീട് പറയുന്നുണ്ട് കേട്ടോ, അതെനിക്ക് തോന്നുന്നുണ്ട് ഇതിൻ്റെ മീനൊക്കെ വെക്കാൻ സ്ഥലമാണെന്ന് തോന്നുന്നുണ്ട്. ഇവിടെയൊക്കെ ഉണ്ട് ഹെഡ് ലൈറ്റ് വെച്ചിട്ടുണ്ട്, അത് നിങ്ങളോട് പറഞ്ഞ് രാത്രി. പിന്നെ ആ അറ്റത്ത് നമ്മൾ പുതിയതെന്ന് പണിത പാലം എന്ന് പറഞ്ഞില്ലേ, ആ അറ്റത്ത് ഞാൻ കാണിച്ചില്ലേ, അവിടെ ഹെഡ് ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ പിന്നെ മരത്തിൻ്റെ അവിടെ ലൈറ്റ് വെച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ നമ്മൾ രാത്രി ലൈറ്റ് എത്തിക്കുക. പിന്നെ ഇവിടെ പിന്നെ നമ്മൾ ഓരോ പാലം, പുതിയ പാലം ആണെങ്കിലും നമ്മളിപ്പോൾ നടക്കുന്ന പാലാണെങ്കിലും ഓരോ സ്ഥലത്ത് ഓരോ ഹെഡ് ലൈറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഹെഡ് ലൈറ്റിലാണ് ഞാൻ പറഞ്ഞത് രാത്രി മാത്രം. ഇപ്പോൾ കത്തിച്ച് ശരിയാവില്ലല്ലോ, രാത്രിയാണ് നല്ല ഭംഗി എന്ന് പറയുന്നത്. രാത്രി നമ്മൾ ഇവിടെ പാട്ടും ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അവിടെ ഒരു ഫ്ലാറ്റ് കണ്ടില്ലേ ഫ്രണ്ട്സ്, അതാണ് ശോഭ സിറ്റി കേട്ടോ. ഇനിയിപ്പോഴാണ് ഇതിലിവർ ആരോ പറയുന്നുണ്ട് കേട്ടു, ഇതാണ് ശോഭ സിറ്റി. അത്ര സൂം ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇതാണ് ശോഭ സിറ്റി കേട്ടോ. ഇവിടുന്ന് എളുപ്പവഴി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, പുഴയ്ക്കലേക്കുള്ള എളുപ്പവഴി ഇവിടെ നിന്ന് ഉണ്ടെന്ന് പറയുന്നത്. ഇവരൊക്കെ നടക്കാൻ പോകുന്ന ആൾക്കാരാണ് കേട്ടോ, മീൻ പിടിക്കാൻ വന്ന ആൾക്കാരാണ്. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ പാലത്തിൻ്റെ ഞാൻ ഈ ഇടവഴി കൂടെ നമ്മൾ പോകാൻ തീരുമാനിച്ചു. അപ്പം അവിടെ എന്തൊക്കെയുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാമെന്ന് ചോദിച്ചു. വെയിലായിട്ടില്ല, വെയിലായ പിന്നെ ഞങ്ങൾ അപ്പം പോകും. കാരണം എനിക്ക് വെയിലത്ത് അധികം നിൽക്കാൻ പറ്റില്ല. നിന്നാൽ പിന്നെ പിന്നെ ആ വെയിൽ വെച്ചിട്ട് തന്നെ 5 മിനിറ്റുള്ള സംഭവം, പക്ഷെ നടക്കണ്ടേ. ഓക്കെ ഫ്രണ്ട്സ്, നല്ല ഭംഗിയിൽ കാണാൻ. ഇതാണ് സൈഡ് വ്യൂ കണ്ടോ, നമ്മുടെ പാലത്തിൻ്റെ സൈഡ് വ്യൂ ആണ് കേട്ടോ ഇത്. നല്ല ഇത് നമുക്ക് വെഡ്ഡിങ് ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാൻ പറ്റും. റീൽസും കാര്യങ്ങളൊക്കെ കുറേ ഇട്ടുണ്ട്.
നോക്കിയേ, ഇതാണ് ഗൈസ് നമ്മൾ നേരത്തെ കാണിച്ചിരുന്ന വീട്. ഞാൻ പറഞ്ഞു വീട് പോലത്തെ സംഭവം ഉണ്ട്, മീനൊക്കെ സൂക്ഷിക്കാൻ തോന്നുന്നുണ്ട്. ഇവിടെ എന്തോ മെഷീനും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. വാട്ടർ പ്യൂരിഫിക്കേഷൻ സിസ്റ്റമാണ് പറയുന്നത്. പാടത്തിൽ വെള്ളം കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ ഇവിടെ കുറേ പശുക്കളുണ്ട് കേട്ടോ. മൊത്തം പാടാണ് കേട്ടോ ഫ്രണ്ട്സ്. ഇവിടെ മൊത്തം നെല്ലും ഒക്കെയുള്ള വയലുള്ള പാടാണ് കേട്ടോ. ഇവിടെ നിന്ന് റീൽസൊക്കെ ഒരുപാട് എടുക്കാം. എന്തെങ്കിലും റീൽസ് എടുക്കണം എന്തായാലും. ഒരു മാസം ഇവിടെ തന്നെ ഇല്ലേ. സ്ലോപ്പ് വഴിയാണ് കേട്ടോ. ഇവിടെ എന്തോ ചീര കൃഷി, എന്തോ ഒരു മുള്ളു ചെടിയൊക്കെ എന്തോ ഉണ്ട് കേട്ടോ അവിടെ. നോക്കിയ ഫ്രണ്ട്സ്, പശുക്കൾ രാവിലെ ഇല്ലേ അപ്പോൾ അതിനെ കെട്ടിയിട്ടതാവും. അഴിച്ചിട്ടില്ല, എന്തായാലും കെട്ടിയിട്ടതാണ്. ഇവിടെ വീടുകളുണ്ട് കേട്ടോ, കണ്ട ഒരുപാട് വീടുകളുണ്ട് കേട്ടോ. ഇവരൊക്കെ എങ്ങനെ സഹിക്കുന്നു ഫ്രണ്ട്സ്? ഇത് ഫ്ലഡൊക്കെ സമയത്ത് ഇവർ സമ്മതിക്കണം. കാരണം 2018 പ്രത്യേകിച്ച് അല്ല, വീടൊക്കെ മുങ്ങും. ഇവിടെ ഉള്ളവരൊക്കെ ഭയങ്കര ഡേഞ്ചറസ് ആണ്. കാരണം വീടൊക്കെ എപ്പോഴാ സേഫ് പോവാന്നറിയില്ല. അങ്ങനെ ഇവിടെ അന്ന് തന്നെ 2018 ഫ്ലഡ് വന്ന പകുതി തന്നെ ഈ പാടം തന്നെ പകുതിയുടെ അവിടെ മുങ്ങി. കാരണം ഇവിടെ ചുമരിൻ്റെ അവിടെ ഒരു അടയാളം വന്നിട്ടുണ്ട്. ഈ വെള്ളം വന്നതിൻ്റെ ആ ഫ്രണ്ടിലത്തെ ചുമരില്ലേ അവിടെ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ തിരിച്ചു പോവാണ്. ഈ വീട്ടിലെന്തിട്ടുള്ളതെന്ന് അറിയില്ല. അപ്പം ഇവിടെയൊക്കെ ഒരുപാട് മീനെ കാണുന്നുണ്ട് കേട്ടോ. ഇവിടെ ആമ്പലുണ്ട് കേട്ടോ ഉള്ളിൽ. ഇവിടെ ഉണ്ട് ഒരു ആമ്പൽ ഈ ലെഫ്റ്റ് സൈഡിലും. അവിടെ എന്തോ വേറെ കത്തിക്കാൻ കേട്ടോ അവർ. ഇവിടെ എന്തോ JCB ഒക്കെ വെച്ചിട്ടുണ്ട്. കാരണം ഇവിടെ എന്തെങ്കിലും കിളയ്ക്കാൻ എന്തെങ്കിലുമൊക്കെ. അവിടെ കൃഷി മുൻപ് നടത്തുന്നു തോന്നുന്നുണ്ട്. ഇവിടെ എന്തോ കത്തിച്ചും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് മറ്റേ എന്തോ വിഷക്കായുടെ ഇതാണ് കേട്ടോ. ഇവിടെ മുമ്പ് ഇങ്കൊക്കെ ഉണ്ടായിരുന്നു, പാനയുടെ ഇങ്കൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഇതിൽ കണ്ടതാണ് കേട്ടോ ഫോണിൽ. പാനയുടെ ഇങ്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മഷിക്കായ നമ്മൾ പാനയിൽ പണ്ട് നിറക്കില്ലേ, അത് ഇതിൻ്റെ ചെടി ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം കാണാനില്ല. ഉണ്ടെന്ന് പറയുന്നുണ്ട് കുറേ പേര് ഇവിടെ. നമ്മൾ പണ്ടൊക്കെ യൂസ് ചെയ്തേ. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മുടെ ഫ്രണ്ട് ഭാഗത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. പാടത്തിൻ്റെ ഫ്രണ്ട് ഭാഗം ഇവിടെയാണ് നമ്മൾ വന്നത്. തിരിച്ച് തന്നെ ഇവിടെ തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ വഴി കൂടെ പോയ തന്നെ ഈ വഴി കൂടെ തിരിച്ചെത്തും. ഈ വഴി കൂടെ പോയാലും ഈ വഴി കൂടെ നമ്മൾ നേരെ തിരിച്ചെത്തും. ഇതാണ് മെയിൻ ഹൈവേ റോഡ് എന്ന് പറയുന്നത്. മെയിൻ ഇതാണ് കേട്ടോ. അല്ല എവിടെ പോയാലും ഇവിടെ തന്നെ, ഏത് വഴിയിൽ പോയാലും ഇവിടെ തന്നെ തിരിച്ചെത്തും. ഇവിടെ എന്താ മീൻ കൃഷിയൊക്കെ ഉണ്ടെന്ന് എൻ്റെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവർ ഫാം ചെയ്യേണ്ടതാണ്. ഇവരുടെ ഓൺ ഫാമിംഗ് എന്ന് പറയുന്നത്. ഫിഷിൻ്റെ ഓൺ ഫാമിങ്, മീൻ കൃഷിയൊക്കെ ഉണ്ടെന്ന്. പക്ഷേ ഇവിടെ മൊത്തം കാടും പടലും പിന്നെ ഉള്ളിൽ കുറേ വലയും നെറ്റും കാര്യങ്ങളൊക്കെ ഇല്ലാണ്ട് നമുക്ക് തന്നെ കാണാൻ പറ്റുന്നില്ല മീനൊന്നും. പക്ഷേ ഇവിടെ മീനുണ്ടെന്ന് പറയുന്നത് കേട്ടോ. ഉണ്ടാവും ചിലപ്പോൾ. ഇവിടെ ഇവർക്ക് കൃഷി കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ. ഇവിടെ പ്രത്യേക സൗകര്യമാണ്. പിന്നെ മറ്റെന്തിട്ടായിരുന്നു, പക്ഷികൾക്കൊന്നും മീൻ കൊത്തിക്കൊണ്ടുവരാണ്ടിരിക്കാൻ വേണ്ടി നെറ്റിട്ടതാണ് ഇവർ. അവിടെ ഒരു പട്ടി നിൽക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ അത് കണ്ടിട്ട് പോകാൻ പറ്റില്ല, വെള്ളത്തിൽ പട്ടി നിൽക്കണു. ഇതാണ് ഫ്രണ്ട്സ് മഷിക്കായയുടെ. പക്ഷെ ഇവിടെ മഷിയൊന്നും കാണാനില്ല. ഇതാണ് മഷിക്കായ എന്ന് പറയുന്നത്, കണ്ട ഇതാണ് ഫ്രണ്ട്സ് മഷിക്കായുടെ. അറിയണത് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇതാണെന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഇവിടെ മഷിയൊന്നും കാണാനില്ല. മഷിയൊക്കെ എടുത്തു കൊണ്ടുപോയിരുന്ന പണ്ട് ആൾക്കാർ. കാരണം മുമ്പ് പണ്ടത്തെ ഓരോ ഓർമ്മകൾക്ക് വേണ്ടിയിട്ട് ആൾക്കാർ ഇവിടെ നിന്ന് എടുത്തുകൊണ്ടുപോയി. ഞാൻ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ അതിന് ഇവിടുന്ന് എടുത്തുകൊണ്ടുപോയിട്ടുണ്ടാവും. ഇവിടെയൊക്കെ പാടാണ് കേട്ടോ. ഇത് നമ്മൾ നേരെ ഫ്രണ്ട് വഴിക്കാണ് കേട്ടോ. ഇവിടെ നമ്മൾ നേരത്തെ പശുക്കളെ കാണിച്ചില്ലേ, ആ പശുക്കളാണ് ഇവിടെ. അത് ഈ ഫ്രണ്ട് ഭാഗത്ത് വരുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് കണ്ടു കേട്ടോ. ഇവിടെ എന്താ നെല്ലും അരിയൊക്കെ പറയുന്നുണ്ട്. മുമ്പൊക്കെ അരി ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഇവർ പാടത്ത് കുറേ പേര് ഇരിക്കും പറയുന്നത് കേട്ടതാണ് കേട്ടോ. ഇതാണ് ഇവിടെ വീടുകളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. ഇവിടെ വീടുകൾക്ക് പ്രോപ്പർട്ടിക്കൊന്നും എന്തായാലും അധികം റേറ്റ് ഒന്നും ഉണ്ടാവില്ല. മൊത്തം പാടം മൊത്തം അടിപൊളിയൊക്കെ. ഇവിടെ ഭയങ്കര റീൽസ് അടിപൊളിയാവും കേട്ടോ. ഈ ഭാഗത്ത് നിന്ന് തെങ്ങും കാര്യങ്ങളൊക്കെ ഫുള്ള് സീനറി കിട്ടും നമുക്ക് നമ്മുടെ റീൽസിലൊക്കെ ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാൻ പറ്റിയ സ്പോട്ടാണ്. ഇവിടെ കുറേ പേര് ഫോട്ടോഷൂട്ടൊക്കെ എടുക്കുന്നത് പറയുന്നുണ്ട്. പിന്നെ നമ്മൾ സോഷ്യൽ മീഡിയ കണ്ടല്ലോ, അങ്ങനെയാണ് നമ്മൾ ഇങ്ങോട്ട് സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ട്. നോക്കിയ ഫ്രണ്ട്സ്, ഒരു പ്രത്യേകതര കളറ് പൂവാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇത്. ഇതിൻ്റെ പേര് എനിക്കറിയില്ല, അറിയണ കമൻറ്റ് ചെയ്ത് കുറേ ഉണ്ട് കേട്ടോ. ഇവിടെ ഉണ്ട്, പിന്നെ ആ വശത്തൊക്കെ ഉണ്ട് കേട്ടോ.
ഇതെനിക്ക് തോന്നുന്നത് വല്ല വളർത്തേണ്ടൊക്കെയാവും, പാടത്ത് വല്ല വളർത്തുണ്ടാവും. എന്തായാലും വീടുകളിൽ വളർത്തുണ്ടാവില്ല, കണ്ട മൊത്തം ഉണ്ട് കേട്ടോ. പക്ഷെ വീടുകളുടെ അരികത്ത് വെച്ചാൽ നമുക്ക് സംശയം. നമ്മളിവിടെ അടുത്ത് കുറേ വീടുകളുണ്ട് കേട്ടോ. അത് ഹൗസിങ് കോളനിയാണ് കേട്ടോ. ഇവിടെ ഒരു വഴിയാണ് കേട്ടോ, വീടുകൾക്കുള്ള വഴി, ഹൗസിങ് കോളനി. പിന്നെ ഇവിടെ ഒരു വീടുണ്ട്, പിന്നെ ഇത് പാടത്തേക്കുള്ള വഴിയാണ് കേട്ടോ. ഇവിടേക്കൊക്കെ എന്തായാലും 2018 ഇതായിട്ടുണ്ടാവും, ഫ്ലഡ് വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ പാടം തീരുന്നില്ല ഫ്രണ്ട്സ്, തുടങ്ങുന്നുള്ളൂ എന്നാണ് ചോദിച്ചപ്പോൾ പറഞ്ഞത്. ഇനിയുണ്ട് ഇവിടെ എവിടെയോ ആണ് സൂര്യകാന്തി, പക്ഷെ ഇപ്പോൾ അവിടെ ഉണങ്ങിയെന്നാണ് പറഞ്ഞത്. കാരണം സീസൺ കഴിഞ്ഞല്ലോ, അപ്പോൾ സൂര്യകാന്തിക്കും വലിയ പ്രാധാന്യമില്ല. പിന്നെ ഇവിടെ കൃഷിയൊക്കെ ഉണ്ട്, വഴുതന കൃഷി കാലമൊക്കെ ഉണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ പാടത്തിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നമ്മൾ നടക്കുകയാണ്. ഇവിടെ കൃഷിയും കാലമൊക്കെ ഉണ്ട്, ഫുള്ള് പച്ച കളറ് പാടം. വെയിലായിട്ടില്ല ഫ്രണ്ട്സ്, ഇപ്പോൾ സമയം 7:20 കേട്ടോ. 7:30 ആവാറായിട്ടുണ്ട്. ഇപ്പോൾ വെയിലായിട്ടില്ല. വെയിലായപ്പോൾ എന്തായാലും പോകണം, കാരണം വെയിലത്താൽ തന്നെ നിൽക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. കാരണം അപ്പം നിന്നാൽ തിരിച്ച് നടക്കണ്ടേ, കിടച്ച് വീട്ടിലിരിക്കും. പിന്നെ എനിക്ക് അത് നിൽക്കാൻ പറ്റുമെങ്കിൽ കെടുക്കണം കുറച്ച് നേരം. ഇവിടെ കുറേ കൃഷി ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഇതാണ് വഴുതനയുടെ കൃഷി, പടവലത്തിൻ്റെ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നത്. കുമ്പളങ്ങ, വെള്ളരിക്ക ഇതൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. എൻ്റെ ഉള്ളിലാണ് വെച്ചേക്കുന്നത്, പക്ഷെ ഇവിടെ നെറ്റ് എടുത്ത് വെച്ചേക്കാണ് കേട്ടോ. കണ്ട വിഷുവിനല്ലേ. ഇതാണ് ഗൈസ് വെള്ളരിക്ക, ഉള്ളിൽ വെച്ചേക്കണം കേട്ടോ, ഇവരാരും കാണണ്ടിരിക്കാൻ. കണ്ട പിന്നെ അറിയാലോ, ഇപ്പം കണ്ടവരൊക്കെ മൊത്തം എടുത്ത് കൊണ്ടുപോയിരിക്കുക. അത് തന്നെ. പിന്നെ ഇത് കുമ്പളങ്ങയുടെ വെള്ളരിക്കയുടെ കൃഷിയൊക്കെയാണ് കേട്ടോ. ഇത് മൊത്തം ഇതാണ് കേട്ടോ, കൾട്ടിവേഷൻ മൊത്തം. ഇത് വൈക്കോല് മൊത്തം നിറയുന്നുണ്ട് കേട്ടോ. ഇവിടെ വൈക്കോല് വൈകുന്നേരം വന്നാൽ കുറേ കൊണ്ടുപോകും. നമ്മളിവിടെ കുറേ പേര് കൂൺ കൃഷി നടത്തുന്നുണ്ട്. നമ്മൾ വീടുകളിൽ കൂൺ കൃഷി നടക്കാൻ പറ്റിയ അറ്റ്മോസ്ഫിയറാണ്. കാരണം ഇവിടെ നിന്ന് വന്നാൽ വൈക്കോല് കൊണ്ടുപോകാമല്ലോ. വൈക്കോല് ഇവിടെ ഇത് വന്നിട്ട് അവർ വൈകുന്നേരം വന്നിട്ട് ശേഖരിച്ച് ഉരുള പോലെ ആക്കിയിടും, ഒരു ടയർ പോലെ ആക്കിയിടും വൈക്കോല് കൂട്ടി വെച്ചിട്ട്. എന്നിട്ട് അത് വീടുകളിൽ കൊണ്ടുപോകും. അതാണ് ഇവിടെ വരുന്ന ശീലം. പിന്നെ ഇവിടെ പയറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോഴും കാണാം അല്ലേ. പയർ കണ്ട, പയറിൻ്റെ കൃഷിയുണ്ട് ഇവിടെ. കുറേ പേര് വന്ന് പൊട്ടിച്ച് കുറേ ഒരുപാടുണ്ടായിരുന്നു. വെണ്ടയ്ക്കയുടെ ഉണ്ടായിരുന്നു, ഒരുപാട് പേര് വന്ന് പൊട്ടിച്ച്. വെണ്ടയ്ക്ക കണ്ട, ഫ്രഷ് വെണ്ടയ്ക്കയാണ്. ഇതിപ്പോൾ ഒരു ദിവസം കൂടി കഴിഞ്ഞാൽ ആൾക്കാർ വന്ന് കൊട്ടിച്ചുകൊണ്ട് പോകും. ഇവിടെ പയറൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഇതൊക്കെ പയർ ചെടിയാണ്, ഫുൾ പയർ ചെടിയാണ് കേട്ടത്. വള്ളിപ്പയറിൻ്റെ, പച്ച പയറിൻ്റെ. ഇത് ഈ നേരെ മൊത്തം പയറിൻ്റെ ആണ് കേട്ടോ, നേരെ ഫുൾ പയറിൻ്റെ ആണ് കേട്ടോ അത്. പിന്നെ വെണ്ടയ്ക്ക, പയർ, ആ വശം ഫുൾ. അതിനുവേണ്ടി ഒരു പാലം തന്നെ ഇവിടെ ഉണ്ടാക്കി വെച്ചേക്കുന്നുണ്ട് കേട്ടോ. വൈകുന്നേരങ്ങൾ ഇവിടെ നടക്കാൻ പോകും. പക്ഷെ വൈകുന്നേരം വരുന്നുണ്ടെങ്കിൽ 5 മണി 6 മണി ആകുമ്പോൾ 5:30 കഴിഞ്ഞിട്ട് വന്നിട്ട് കാര്യമുള്ളൂ. കാരണം അല്ലെങ്കിൽ നല്ല വെയിലാണ് കേട്ടോ. ഇവിടെയൊക്കെ പ്രത്യേകിച്ച് നല്ല വെയിൽ എഫക്റ്റ് ആകും. കാരണം ഇവിടെ വരെ മരങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. കാറ്റുണ്ട് കേട്ടോ, നല്ല രാവിലെ സമയത്ത്. ഇപ്പം നല്ല കാറ്റുണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് ഉപകാരപ്പെട്ടു. നമ്മൾ റീൽസിൽ കണ്ടിട്ട് വന്നതാണ് കേട്ടോ. സൂര്യകാന്തിയൊക്കെ ഉണങ്ങി എന്നാണ് പറയുന്നത് കേട്ടോ. ഇനി പോയിട്ട് വലിയ കാര്യം. സൂര്യകാന്തിക്ക് അങ്ങറ്റ നടക്കാണ്ടേറ്റും ഹൈവേ ടോപ്പിലേക്ക് നടക്കാണ്ട് മുകളിലേക്ക് കയറ്റം കയറാന്നാണ് പറയുന്നത്. എന്തായാലും സൂര്യകാന്തി ഉണങ്ങി, സൂര്യകാന്തി കണ്ടിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നമുക്ക് ഫ്രണ്ട്സാണ് ശോഭ സിറ്റിയുടെ ഫ്ലാറ്റ്. ഇവിടെ നിന്ന് ശരിക്കും കാണാം കേട്ടോ. ഇവിടെ നിന്ന് പഞ്ചിക്കൽ റൂട്ട് കൂടെ പോകാനാണ് പറയുന്നത്. എളുപ്പ വഴിയുണ്ട് വേറെ. ഇത് നമ്മൾ വലിയ പാലമാണ്. നമ്മൾ വന്ന് ചെറിയ പാലമാണ് നമ്മൾ വന്നത്. വേറെ ഒരു പാലം കൂടി ഉണ്ട്, വലിയ പാലം. അത് കുറച്ചുകൂടി നടക്കണം. പക്ഷെ അവിടേക്കുള്ള നടക്കാതെ വരെ ആവത് എനിക്കില്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇവിടെ നിന്ന് ചോദിച്ചു കുറച്ച് നടന്നിട്ട് പോകാമെന്ന് വിചാരിച്ചു. പറ്റിയെങ്കിൽ മൊത്തം റൗണ്ട് ഇടും. വെയിലാകുമ്പോഴേക്കൊക്കെ കഴിയണം, കാരണം നല്ല ബുദ്ധിമുട്ടാകും പിന്നെ നടക്കാൻ. ഇവിടെ എന്തുട്ടാ, വള്ളിപ്പയറിൻ്റെ തന്നെയാണ് കണ്ട, നല്ല പയർ പൊട്ടിച്ചിടുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ സമയമില്ല, നമുക്ക് വൈകുന്നേരമോ പിന്നെ അങ്ങനെ ഇപ്പം പൊട്ടിച്ചു. ഇവിടെ മൊത്തം നിറയുണ്ട് കേട്ടോ, കുറേ പൊട്ടിച്ചുകൊണ്ടെന്ന് പറയുന്നത് ആൾക്കാർ. വെണ്ടയ്ക്കോ അതന്നെ, വെണ്ടയ്ക്ക ഇപ്പോൾ ഒന്നും കാണാൻ തന്നെയാണല്ലോ ഫ്രഷ്. അത് മിക്കവാറും തന്നെ ഇന്നും ആൾക്കാർക്ക് വന്ന് പൊട്ടിച്ചുകൊണ്ട് പോകും. നോക്കി ഫുൾ വൈക്കോലും ഉണ്ടാ.
നമുക്ക് വീടുകൾക്ക് വല്ല കൃഷി ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വൈക്കോലിൻ്റെ വല്ല ആവശ്യങ്ങൾക്ക് മൊത്തം എടുക്കാം. കാരണം അത്രയ്ക്ക് തീയില്ലേ ഫ്രണ്ട്സ് അവിടെ വൈക്കോല്. അത് ഉരുണ്ടായിട്ട് ഉരുളകളായിട്ട് അവിടെ കൂട്ടി കൂട്ടി വെച്ചേക്കണ വൈക്കോല് കണ്ട. അവിടെ ഉരുണ്ടായിട്ട് വെച്ചേക്കണ വൈക്കോല് എടുക്കാൻ വേണ്ടിയിട്ട് തീരില്ല, അത്രയ്ക്കധികം ഉണ്ട് കേട്ടോ. ഇവിടെ വന്നപ്പോൾ ഒരു ചെറിയ കുളം പോലെ ഉണ്ട്. അത് മൊത്തം ചെളിവെള്ളമാണ് കേട്ടോ. പായലും പൂപ്പലുള്ള ചെളിവെള്ളമാണ് കേട്ടത്. ഇത് കായലും തോന്നുന്നുണ്ട്. ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റും തോന്നുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇറങ്ങി നോക്കാം. ഓക്കെ, നിറയെ ഉണ്ടായി. ഇതാണ് ഫ്രണ്ട്സ് ഞാൻ പറഞ്ഞ വൈക്കോലിൻ്റെ. വൈകുന്നേരം വന്നാൽ ഇതുപോലെ എല്ലാവരും ഉരുട്ടി ഇതിപ്പോൾ ഈ ഷേപ്പിലാക്കും. എന്നിട്ട് ഇവർ കൊണ്ടുപോകും. ഇവിടെ കുഴിയുണ്ട് അവിടെ. ഇവിടെ ഇത് നെല്ല് കൃഷിയാണ് കേട്ടോ. ഇത് മൊത്തം നെല്ല് കൃഷിയാണ് കേട്ടോ. ഫുൾ അരി കൃഷി, നെല്ല് കൃഷിയൊക്കെയാണ് കേട്ടോ. നെല്ലിൻ്റെ ഇതാണ് കേട്ടോ, കൊയ്ത്താണ് കേട്ടോ. ഇതുപോലെ ആക്കും നമ്മൾ. ആ ഷേപ്പിൽ ആക്കി വയ്ക്കുന്നുണ്ട് അവർ. ഉരുട്ടി വണ്ടികളിലോ സൈക്കിളിലൊക്കെ കൊണ്ടുവന്നാണ് ഇവിടുത്തെ ഇത്. നമ്മളങ്ങനെ ടോപ്പ് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. സാധാ പോലെ തന്നെ എല്ലാ വഴികളും ഫുൾ നമ്മൾ ചുറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ആ വഴി പോയി, മറ്റേ വഴി പോയി, ഈ വഴി പോയി, പാടം ഫുൾ നമ്മൾ ചുറ്റി വന്നിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് വന്നപ്പോൾ ഒന്നും ചുറ്റില്ലാന്നാണ് വിചാരിച്ചത്. പിന്നെ നമ്മൾ ചുറ്റി വന്നു. ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. വെയിലായി തുടങ്ങി. അതായത് കണ്ണിങ്ങനെ നല്ല വെയിലായി തുടങ്ങിയിട്ട് നല്ല അത്രയ്ക്ക് വരില്ല. കാരണം 8 മണിക്ക് അവറായി. നമ്മളിവിടെ 6:45 വന്നതാണ്, 7 മണിക്ക് വന്നതാണ് കേട്ടോ. നല്ല വെയിലായി തുടങ്ങി. അപ്പോൾ തിരിച്ച് ഞാൻ വീട്ടിൽ പോവാണ് കേട്ടോ. ഇവിടെ ഉണ്ട് പാടം, കുറേ തെങ്ങും പിന്നെ എന്തൊക്കെ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. മീൻ പിടുത്തക്കാരൊക്കെ കുറേ ഉണ്ട്. പിന്നെ ഇവിടെ കുളം നേരത്തെ പറഞ്ഞ ഇത് റൈറ്റ് സൈഡത്തെ. ഇവിടെ ഉണ്ട് ഒരു ആമ്പൽ. അവിടെ എനിക്ക് സൂം ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല എത്രത്തോളം. അപ്പോൾ അവിടെ ഉണ്ട് ഒരു ആമ്പൽ. നമുക്ക് പോവാം. അപ്പോൾ ഇനി ഇവിടെ നിൽക്കണില്ല അധികം, കാരണം നല്ല വെയിലായി തുടങ്ങി കേട്ടോ. കണ്ണൊക്കെ എന്തോ പോലെ. 8 മണിയായില്ലേ, പറയേണ്ട കാര്യമുണ്ടോ. 1 മണിക്കൂർ വേഗം കഴിഞ്ഞു. അപ്പോൾ നമ്മൾ തിരിച്ചിഞ്ഞ് വീട്ടിൽ പോവാണ്. അപ്പോൾ ഫുള്ളൊരു ഗ്രാമത്തിൻ്റെ ഭംഗി പോലെ തോന്നുന്നുണ്ട് കേട്ടോ. ഇവിടെ മൊത്തം ഗ്രാമഭംഗി. നമ്മുടെ ഇപ്പോൾ ടൈറ്റിലും തമ്മിലൊക്കെ അങ്ങനെ തന്നെയാവും. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് നമ്മുടെ ടൈറ്റിലും ക്യാപ്ഷനൊക്കെ അങ്ങനെ തന്നെയാവും. ഇതാണ് ഗൈസ് ഞാൻ പറഞ്ഞ ആമ്പൽ. കണ്ട, സൂം ചെയ്യാം. ഇതാണ് കണ്ട ആമ്പൽ. ഇവിടെ കുറേ ആമ്പലുണ്ട് കേട്ടോ. മിക്കവാറും നമുക്കൊരു ആമ്പൽ തുടങ്ങേണ്ട വരും വീട്ടിൽ. മണ്ണുത്തിൻ്റെ നഴ്സറിയിലുണ്ടെന്ന് പറയുന്നുണ്ട്. മണ്ണുത്തി നഴ്സറിയിലുണ്ടെന്ന് പറയുന്നുണ്ട് ആമ്പൽ. നമുക്ക് നോക്കാം. കരിക്ക് നോക്കിയ ഗൈസ് നല്ല വെയിലത്ത് താഴ്ക്കുന്നുണ്ട്. കരിക്ക് കുടിക്കാൻ തോന്നുന്നുണ്ട് കേട്ടോ. കരിക്ക് പിന്നെ ചക്ക കണ്ടു കേട്ടോ. കുറേ ചക്ക കണ്ടു. ഇവിടെ നമ്മൾ സൂക്ഷിച്ച് നടക്കണം, കാരണം പാമ്പുകളൊക്കെ ഉള്ള ഏരിയയാണ്. മൂർഖൻ പാമ്പൊക്കെ ഉള്ള ഏരിയയാണ്. ഇടയ്ക്ക് മൂർഖൻ പാമ്പിനൊക്കെ കണ്ടത് പറയുന്നുണ്ട് കുറേ പേര്. കുറേ തേങ്ങകളുണ്ട് കേട്ടോ ഇവിടെ. ഇത് അധികമായിട്ടില്ല തേങ്ങ. ഈ തേങ്ങ അധികമായിട്ടില്ല. ഇത് ഇവിടുത്തെ ഒന്നും ഒന്നായിട്ടില്ല. ഇത് പിന്നെയായി. മറ്റേ തേങ്ങക്ക് ഒരുപാടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നടന്ന് ഒരുവിധം കഴിച്ചു ഫ്രണ്ട്സ്. എൻ്റെ കാല് വയ്യാണ്ടായി, കിതക്കുണ്ട്. കൂടുതൽ എനിക്ക് ചലച്ചിട്ടിൽ വരും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ടിലത്തെ പാലം. വേണ്ടി നമ്മുടെ ചെറിയ പാലാണ് ഫ്രണ്ട്സ്. ഇത് വലിയ പാലുണ്ട്, അത് അറ്റത്താണ്. അറ്റത്ത് ഇനി നടക്കാൻ വയ്യ. അപ്പോൾ ഇതാണ് നമ്മുടെ ചെറിയ പാലം എന്ന് പറഞ്ഞാൽ നമ്മൾ വന്ന പാലം തന്നെ. നമ്മൾ തിരിച്ച് വീട്ടിൽ പോവാണ്. ഒരു കാര്യം കാണിച്ചു തരാം. ഞാൻ മനസ്സിൽ വിചാരിച്ചു, പശുക്കളെ നേരത്തെ കാണിച്ചതില്ലേ, കുറച്ച് അടുത്തേക്ക് വന്നാലോ ഒന്ന്. കാരണം നമുക്ക് വ്ളോഗിന് വേണ്ടിയിട്ട്. അപ്പോൾ അവരായിട്ട് തന്നെ ഇങ്ങോട്ട് വന്നേക്കണം ഫ്രണ്ട്സ്. വ്ളോഗ് എനിക്ക് പേടിയാവുന്നുണ്ട് പശുക്കളെ കാണുമ്പോൾ. കാരണം കുത്തി കാണാൻ പണിയാവേ, കയറൊന്നും ഇല്ല. അവിടെ അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ തിരിച്ച് പോവാണ്. പാടത്തിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ നല്ല വെയിലായിട്ട് തിരിച്ച് വീട്ടിൽ പോവാണ്. അപ്പോൾ നമുക്ക് വേഗം പോവാം. ഇവിടെ നല്ല വെയിലായിട്ട് തുടങ്ങി കേട്ടോ. ഞാൻ നിൽക്കാം അവിടെ. ഒരു ഫോട്ടോ ഒക്കെ നിൽക്കുന്നുണ്ട് ഇവിടെ അമ്പലിൻ്റെ. നോക്കിയ ഫ്രണ്ട്സ്, ആമ്പൽ കണ്ട. നമ്മളൊന്ന് കാണിച്ചാണ്, ഒന്നും കൂടി കാണിക്കേണ്ടതുണ്ട് നിങ്ങൾക്ക് ആമ്പലും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവിടെ ആൾക്കാരൊക്കെ ഒന്നുമില്ല, വന്നിട്ടില്ല, വന്നിരുന്നല്ലോ തുടങ്ങി. ഒരു കുളക്കോഴി അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ നമ്മൾ കണ്ട ആൾക്കാർ ഇങ്ങനെ ഇവിടെ ഇരിക്കുന്നത് വന്നു തുടങ്ങിയിട്ട് കുറച്ചിൻ്റെ ആൾക്കാർ വന്നു തുടങ്ങുള്ളൂ. ഇവിടെ വേറെ കടവുണ്ട് കേട്ടോ, കുളം. ഇവിടെ ഈ കുളം എന്ന് പറഞ്ഞാൽ നമുക്ക് അലക്കാനുള്ള തുണി വാഷ് ചെയ്യാനുള്ളതാണ് കേട്ടോ, ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാഷ് ചെയ്യാനുള്ളതാണ് കേട്ടോ, കുളിക്കാനും കുറേ പേര് ഇറങ്ങുന്നുണ്ട്. ഇപ്പം എല്ലാം കുറച്ചിട്ട് ഇതെന്തോ ഒരു ഗ്രൂപ്പ് ആകുന്നുണ്ട്. ഇവരുടെ 10ാം ആനിവേഴ്സറിയുടെ ഭാഗം എന്തോ പറയുന്നുണ്ട്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എനിക്ക് കണി വെച്ചത് വിഷുവിൻ്റെ കഴിഞ്ഞിട്ട് കണി ഇവിടെ വെച്ചിട്ടുണ്ടാവും, കണിയുടെ വെച്ചിട്ടുണ്ടാവും, അതിന് വേണ്ടി ഒരുക്കിയതാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇവർ മൊത്തം എഴുതിയതാവും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ തിരിച്ചിനി വീട്ടിൽ പോവാണ്. അവളെ പാടത്ത് നമ്മൾ ഇറങ്ങിയിരിക്കുന്നു. അപ്പം നല്ല വെയിലായിട്ടോ, വെയിൽ അസാധ്യ വെയിൽ, നല്ല വെയിൽ. എനിക്ക് എന്തോ പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ വീട്ടിൽ പോവാണ്. അപ്പോൾ ഇനി ഒരു 5 മിനിറ്റ് ദൂരമുണ്ട് വീട്ടിൽ. അത് വെയിലുണ്ട്. അതിന് ഞാൻ കുറച്ചുകൂടി നേരത്തെ ഇറങ്ങാമെന്ന് വെച്ചാൽ ഇപ്പം എന്തായാലും 8 മണി 8:15 ആയി തുടങ്ങി. നമ്മൾ എത്ര കുറേ നേരമായി നമ്മൾ ഇറങ്ങിയിട്ട് സംഭവം. പക്ഷെ നമ്മൾ പെട്ടെന്ന് കഴിഞ്ഞപ്പോൾ തോന്നുന്നു. നമ്മൾ നടന്നു വരുമ്പോഴേ പിന്നെ നമ്മൾ അറിയാത്ത സ്ഥലമല്ലേ, നമ്മൾ ആദ്യമായിട്ട് പോകണതല്ലോ, അതുകൊണ്ട് ഇപ്പോൾ പോയി ശരിയാവും. അപ്പം ഇപ്പം നമ്മൾ കുറച്ചൊരു 5 മിനിറ്റുള്ള വീട്ടിലെത്തും. അപ്പോൾ ഭയങ്കര ഭംഗിയുണ്ട് കേട്ടോ പാടം കാണാൻ, പാടും പിന്നെ ആമ്പലും കാര്യങ്ങളൊക്കെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ചോദിക്കണം നമ്മുടെ ഇന്നത്തെ യാത്രയും വ്ളോഗും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങളുടെ അവിടെ ഇങ്ങനത്തെ ബ്യൂട്ടിഫുൾ പ്ലേസ് ഒക്കെ ഉണ്ട്. നമ്മളുടെ ഈ റീൽസിനും കുറേ കാര്യം സോഷ്യൽ മീഡിയ ഒക്കെ കുറച്ച് വൈറലായി നമ്മൾ ലൊക്കേഷൻ വെച്ച് നോക്കിയപ്പോൾ കിട്ടിയതാണ് കേട്ടോ ഇത്. അപ്പം എന്തായാലും അടുത്തല്ലേ വരാമെന്ന് ചോദിച്ചു. അപ്പോൾ വെയിലും വരാം, വൈകുന്നേരം വരാമെന്ന് ചോദിച്ചു. ആ വൈകുന്നേരം ചിലപ്പോൾ നടക്കില്ല, എങ്ങനെ പുറത്ത് പോകേണ്ടി വരും. അപ്പോൾ രാവിലെ തന്നെ വരാമെന്ന് ചോദിച്ചു. രാവിലെ വന്നു. പക്ഷെ വെയിലാണ് ഫ്രണ്ട്സ്, വെയിലിന് കുറച്ചുകൂടി നിൽക്കായിരുന്നു. അപ്പോൾ വെയിലായി തുടങ്ങി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ തിരക്കുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്ത് ബെൽബട്ടൺ മറക്കരുത്. ബെൽബട്ടൺ മറത്തിട്ട് ഓൾ അമർത്തണം, എന്നാലും നമ്മൾ എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ ഇത്രയ്ക്ക് നമ്മുടെ വീഡിയോ. ബൈ.